ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത് വളരെ മനോഹരമായൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. ടാസ്കിന്റെ പേര് കാന്താരി മുളക്. 7 റൗണ്ടായിട്ട് നടക്കുന്ന ഒരു ടാസ്ക് ആണ്. ഈ ടാസ്കിൽ വിജയിച്ചാൽ അവർക്ക് 1500 പോയിന്റ് ആണ് ലഭിക്കുവാൻ പോകുന്നത്. 7 ഘട്ടങ്ങളായി നടത്തപ്പെടുന്ന ഈ ടാസ്കിന്റെ ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിന്റെ പ്രത്യേകത 2 ആൾക്കാരെ വീതം ബിഗ് ബോസ് ചൂസ് ചെയ്യുകയും അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഈ ടാസ്ക് ഡിബേറ്റ് ആണ്. ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ച് ഓരോരുത്തരും 2 മിനിറ്റ് വീതം സംസാരിക്കണം. വിധികർത്താക്കളായി നിയോഗിച്ചിരിക്കുന്നത് ആര്യനെയും ജിസൈലിനെയും ആദിലയെയും അനീഷിനെയുമാണ്. ഓരോ ടാസ്കിലും ജയിച്ചു കയറുന്ന ആൾക്കാർക്ക് 150 പോയിന്റ് വീതം ലഭിക്കും. ആദ്യമായി പെർഫോം ചെയ്യാനെത്തിയത് കലാഭവൻ സരികയും നൂറയുമാണ്. ആദിലയും നൂറയും ഒറ്റ വ്യക്തി ആയതുകൊണ്ട് ബിഗ് ബോസ് ഒരു തീരുമാനം പറഞ്ഞു. ഒരാൾ ഡിബേറ്റിൽ വരിക, മറ്റൊരാൾ ജഡ്ജിങ് പാനലിലേക്ക് പോവുക. അങ്ങനെ ആദില ജഡ്ജിങ് പാനലിലേക്ക് വന്നു, നൂറ ഡിബേറ്റിലേക്ക് എത്തി. സരികയ്ക്കും നൂറയ്ക്കും കൂടി ബിഗ് ബോസ് കൊടുത്ത ടോപ്പിക് എന്നുള്ളത് ഹോട്ട് സീറ്റ് ആയിരുന്നു. ഹോട്ട് സീറ്റിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തുന്ന ഒരു വ്യക്തിയെ ഇന്റർവ്യൂവർ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ കുഴയ്ക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. അതിനെക്കുറിച്ച് സരിക സംസാരിച്ചത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി അവരുടെ കലാജീവിതത്തെ കണ്ടുകൊണ്ടും അവർക്ക് സമൂഹത്തിൽ ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങളെ കണ്ടുകൊണ്ടുമാണ് ഒരാളെ ഹോട്ട് സീറ്റിലേക്ക് ഇന്റർവ്യൂ ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയുള്ള ഒരാളെ അവിടെ വിളിച്ചു വരുത്തി വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും പേഴ്സണൽ ലൈഫിൽ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കുത്തി ചോദിച്ച് അങ്ങനെ അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യരാക്കുന്ന ആ ഒരു പരിപാടി, അത് ഏത് ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂർ ആയാലും അത് ശരിയല്ല, അത് തെറ്റായ നടപടിയാണ് എന്നുള്ളത് വളരെ മനോഹരമായി തന്നെ സംസാരിച്ചു. എന്നാൽ അതിന് കൗണ്ടറായിട്ട് നൂറ സംസാരിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകളായിരുന്നു. അതായത് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ ആ വ്യക്തിയോട് മുന്നമേ കൂട്ടി കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. അത് മുന്നമേ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം അവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പൊള്ളുന്നു, അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് പേഴ്സണലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ശരിയായ കാര്യങ്ങളല്ല. ഇൻ്റർവ്യൂ ചെയ്യുവാൻ വിളിച്ചു വരുത്തിയിരിക്കുന്ന വ്യക്തിയുടെ പ്രൊഫഷനെക്കുറിച്ച് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് നൂറ വളരെ ശക്തിയായിട്ട് അതിനെ കൗണ്ടർ ചെയ്തു. പക്ഷേ കലാഭവൻ സരികയായിരുന്നു ജഡ്ജസ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ 2 മിനിറ്റിനുള്ളിൽ അവർക്ക് പറയാനുള്ളതെല്ലാം കമ്പിവാചകങ്ങളായി അവൾ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. നന്നായി പെർഫോം ചെയ്തു. എന്നാൽ നൂറയാകട്ടെ തനിക്ക് ലഭിച്ച സമയത്തിന് മുമ്പ് തന്നെ 1-2 പോയിന്റുകൾ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു, പക്ഷേ സമയം വീണ്ടും ബാക്കി കിടക്കുകയാണ്. ജഡ്ജസ് ശരിക്കും നോക്കുന്നത് ഇതിനകത്തെ ന്യായവും അന്യായവുമല്ല, പകരം ലഭിച്ചിരിക്കുന്ന ആ 2 മിനിറ്റിനുള്ളിൽ എത്രത്തോളം പോയിന്റ്സ് ആണ് അവർ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കലാഭവൻ സരികയ്ക്കാണ് ആദ്യത്തെ 150 പോയിന്റ് ലഭിക്കുകയും വിജയിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തത്. അടുത്തത് നെവിനും ശൈത്യയുമാണ് എത്തുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന പോയിന്റ് ഈ വീട്ടിൽ തൻ്റെ അരികിൽ നിൽക്കുന്ന വ്യക്തിയേക്കാൾ തുടരുവാനുള്ള യോഗ്യത എനിക്കാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ശൈത്യയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ശൈത്യയ്ക്ക് അവിടെ നിൽക്കുവാൻ യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ താൻ പറയുന്നുണ്ട്. വെറുതെ ബഹളമുണ്ടാക്കുവാനൊന്നും ഞാൻ പോകാറില്ല. പറയേണ്ട സ്ഥലങ്ങളിൽ എൻ്റെ പോയിന്റുകൾ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. ഗെയിമുകളിൽ ഞാൻ 100% കൊടുത്ത് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റുള്ളവരെ സഹായിക്കേണ്ട ഗെയിമിൽ പോലും ഞാൻ എത്തിയിട്ട് 100% അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സമർത്ഥിച്ചു. അതിനുശേഷം നെവിനാണ് വരുന്നത്. നെവിൻ തുടക്കത്തിൽ തന്നെ ശൈത്യയെ അടിച്ച് ഷെഡിൽ കയറ്റിക്കളഞ്ഞു. നെവിൻ ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഒരു ഡിബേറ്റിന് വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ട്രിഗർ ആകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ശൈത്യ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും ആ സമയത്ത് അഡ്വക്കേറ്റിന്റെ ബുദ്ധിയൊന്നും വെളിപ്പെട്ടില്ല. ഉടൻ തന്നെ ശൈത്യ കൗണ്ടർ അറ്റാക്ക് നടത്താൻ വേണ്ടി വായി തുറന്നു. അത് അനുവദനീയമല്ല. ഒരാളിന് ലഭിച്ചിരിക്കുന്ന ടൈം 2 മിനിറ്റാണ്. ആ 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ളത് എതിരാളിയുടെ ടൈമാണ്. അവരെ കേൾക്കുക, ഇന്റർഫെയർ ചെയ്യുവാൻ ഒരിക്കലും പാടില്ല. പക്ഷെ തുടക്കത്തിൽ തന്നെ ശൈത്യയുടെ കയ്യിൽ നിന്ന് പോയി. ജഡ്ജസ് ഇടപെടുന്നു. ശാന്തമായി ശൈത്യ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നെവിൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനില്ല എങ്കിൽ ഈ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോകും. ഇവിടെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. പ്രേക്ഷകർ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാനിവിടെ ഉണ്ടാകണമെന്നാണ്. ഞാനിവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നെവിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പ്രേക്ഷക സമൂഹം പറയും. അത്രത്തോളം കണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പല അച്ചീവ്മെൻറ്റുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വരെ എനിക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് ഞാൻ അത്രയധികം കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനോഹരമായി തൻ്റെ അഭിപ്രായങ്ങൾ പറയുക മാത്രമല്ല, ബാക്കിയുള്ള നിസ്സാര സമയം കൊണ്ട് ശൈത്യയെ അയാൾ ചൊടിപ്പിക്കുവാനും ശ്രമിച്ചു. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അനുമോളുടെ പാവാടവള്ളിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ആളാണ്. അനുമോൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളിവിടെ സംസാരിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ശൈത്യയ്ക്ക് പിന്നെയും കുരുപൊട്ടി. ശൈത്യ വീണ്ടും കയറി കൗണ്ടർ അറ്റാക്ക് നടത്തി. ഇത് ശരിക്കും ഈ ടാസ്കിൻ്റെ നിയമത്തിന് തന്നെ എതിരാണ്. അതുകൊണ്ട്
നെവിനെ ജഡ്ജസിന് വിജയിയായി പ്രഖ്യാപിക്കുവാൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ല. നെവിൻ ആ ടാസ്കിൽ വിജയിക്കുന്നു, 150 പോയിന്റ് കരസ്ഥമാക്കുന്നു. അടുത്തതായി എത്തിയത് അഭിലാഷും അക്ബറുമാണ്. അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഗ്രൂപ്പിസം കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്രൂപ്പിസം തന്നെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് സമർത്ഥിക്കുക, അതായിരുന്നു അക്ബറിന് ലഭിച്ചിരുന്ന വിഷയം. ഇതിൽ അക്ബറാണ് വിജയിച്ചത്. നമുക്കറിയാം, ബിഗ് ബോസിനുള്ളിൽ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടത്. ഇൻഡിവിജ്വൽ ഗെയിമിന് മാത്രമാണ് അവിടെ സ്ഥാനമുള്ളത്. അവിടെ ഇല്ലീഗലായിട്ടാണ് ഈ ഗ്രൂപ്പുകളെയും പരിപാടികളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി അത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 2 മിനിറ്റിനുള്ളിൽ എത്ര മനോഹരമായിട്ട് എത്ര പോയിന്റുകൾ അവതരിപ്പിച്ച് ഇത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയം. പക്ഷേ അഭിലാഷ് സംസാരിച്ചപ്പോൾ അതിവൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഞാനിവിടെ വന്നു കയറിയപ്പോൾ തന്നെ എൻ്റെ ശത്രുക്കളായി ഇവിടെ ഞാൻ കണ്ടത് അക്ബറിനെയും അപ്പാനി ശരത്തിനെയുമാണ്. നിങ്ങളുടെ ഗ്രൂപ്പുകളെയാണ് ഈ വീട്ടിലെ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവർ തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ എല്ലാവരും കൂടി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി വരുന്നു. ശരി പറയുന്ന ആൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇവിടെ ലഭിക്കുന്നില്ല. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം കൃത്യമായ കാര്യങ്ങളാണെങ്കിലും ഒരു ഡിബേറ്റിനോടുള്ള ബന്ധത്തിൽ അവതരിപ്പിക്കേണ്ട പോയിന്റുകളായിരുന്നില്ല. ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ് എന്നും ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നും ഇൻഡിവിജ്വൽ ഗെയിമായിട്ട് മാത്രമേ ഇതിനെ കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനെക്കുറിച്ചുമൊന്നും അദ്ദേഹത്തിന് സമർത്ഥിക്കുവാൻ പറ്റിയില്ല. പകരം അപ്പാനി ശരത്തും അക്ബറും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾ നീതി മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാർ നിസ്സാര കാര്യങ്ങളിൽ ഒരു വീഴ്ച വരുത്തിയാൽ നിങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അവരെ ആക്രമിക്കും. എന്നാൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുകയും അവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് വീടിനുള്ളിൽ എന്തുകൊണ്ട് ഗ്രൂപ്പ് കളിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണം, അതിൻ്റെ ഇന്ന പോയിന്റുകളാണ് അതിനകത്ത് പ്രാധാന്യമുള്ളത്, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ അഭിലാഷ് പരാജയപ്പെട്ടു പോയി. എന്നാൽ അക്ബർ ആകട്ടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. 2 മിനിറ്റിനുള്ളിൽ അയാൾ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞത്. ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ആ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിക്കുവാനും നല്ല ക്ലാരിറ്റിയോടുകൂടി മുൻപോട്ട് ഗെയിമിനെ സമീപിക്കുവാനും പറ്റും. അടുത്തൊരു വിഷയം, ഇവിടെ നമുക്ക് ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകൾ അതൊന്നും ഇൻഡിവിജ്വൽ ടാസ്ക് അല്ല, ഗ്രൂപ്പുകളായി ചേർന്ന് പെർഫോം ചെയ്യേണ്ട ടാസ്കുകളാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വ്യക്തിഗതമായിട്ടുള്ള ടാസ്കുകൾ. ഇതുവരെ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടാസ്കുകളിൽ ഭൂരിപക്ഷവും ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യേണ്ട ടാസ്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഗ്രൂപ്പുകളിൽ കൂടി തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ നേടിയെടുക്കുവാൻ കഴിയും. അത് ബിഗ് ബോസ് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ കൂടുതൽ പോയിന്റുകൾ അദ്ദേഹം സമർപ്പിച്ചു. അതിനാൽ അക്ബർ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അടുത്തത് ഒനിൽ സാബുവും ഷാരികയുമാണ്. ഡെഡ് സോണിൽ നിന്നും മടങ്ങി ഈ വീട്ടിലേക്ക് വരുവാനുള്ള യോഗ്യത എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഡിബേറ്റ് ചെയ്ത് തെളിയിക്കുക എന്നുള്ളതാണ്. ഷാരികയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ഷാരികയുടെ പ്ലസ് പോയിന്റുകൾ പലതും പറഞ്ഞു. വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഷാരികയുടെ സംസാരം കേട്ടപ്പോൾ അവർ വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഷാരികയെ മലർത്തി അടിച്ചുകൊണ്ട് ഒനിൽ സാബു തൻ്റെ ഭാഗം അതിനേക്കാൾ ക്ലിയറായിട്ട്, അതെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒനിൽ സാബുവിനും വിജയ സോപാനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞു. അങ്ങനെ ടാസ്ക് അവസാനിച്ചപ്പോൾ സരിക 150 പോയിന്റ് കരസ്ഥമാക്കി, നെവിൻ 150 പോയിന്റ് കരസ്ഥമാക്കി, അക്ബറും ഒനിൽ സാബുവും 150 പോയിന്റ് വീതം കരസ്ഥമാക്കി. അങ്ങനെ 600 പോയിന്റാണ് ഈ ടാസ്കിൽ കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നത്.